LDCയുടെ പ്രീവിയസ് കട്ട് ഓഫ് എല്ലാവരും ഒന്ന് ഓടിച്ച് നോക്കിക്കോ. എല്ലാ ജില്ലയിലും നോക്കിക്കോ. ഇനി കണ്ടില്ല എന്ന് ആരും പറയല്ല്. സിലബസ് നിങ്ങളുടെ കയ്യിൽ എല്ലാവരെയും ഇല്ലേ? പ്രിൻ്റ് ഔട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്, PDF അല്ല. എല്ലാവരും PDF കയ്യിലുണ്ടെന്നുള്ള ഒരു ബലത്തിലാണ് നിൽക്കുന്നത്. ലോക മണ്ടത്തരമാണത്. കാരണം നിങ്ങളാരും അത് ഓപ്പണാക്കി നോക്കത്തില്ല. പുതുതായി പഠിക്കാൻ വരുന്നവരോടും PSC പഠിച്ചുകൊണ്ടിരിക്കുന്നവരോടും ആദ്യം പറയാനുള്ള ഒറ്റ കാര്യം അതാണ്. ഏത് പരീക്ഷയാണ് എഴുതാൻ പോകുന്നത് അതിൻ്റെ സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കാൻ നോക്കുക. റാങ്ക് ഫയൽ ഡിപ്പെൻഡ് ചെയ്ത് പഠിക്കണോ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ച് പഠിക്കണോ, യൂട്യൂബ് വീഡിയോ ക്ലാസ് കണ്ട് പഠിക്കണോ, അതാ ഓൺലൈൻ ക്ലാസ്സിൽ കയറണോ, ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ടാകാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഏതാണോ ഓക്കെ ആയിട്ടുള്ളത് അത് വെച്ച് പഠിക്കാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളിപ്പോൾ ഒരു വീഡിയോ ക്ലാസ് കണ്ടാണ് പഠിക്കണേന്ന് വെച്ചോ. ഒരു വീഡിയോ ക്ലാസ് കണ്ട് പഠിക്കണേ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ്. അതിലാകെ നമ്മുടെ ഒരു ബ്രെയിനിൻ്റെ പവർ വെച്ച് 20 മിനിറ്റ് മതിയായിരിക്കും ആ വീഡിയോയിലുള്ള കണ്ടൻറ്റ് നമുക്ക് പഠിക്കാൻ. പക്ഷേ ആ വീഡിയോയുടെ ഡ്യൂറേഷൻ എത്ര ഉണ്ട്? 3-4 മണിക്കൂറോ ആയിരിക്കും. അതുകൊണ്ട് ചെയ്യാനുള്ളത് ആ വീഡിയോ ഓപ്പൺ ചെയ്യുന്നത് ആദ്യമായിട്ടും അവസാനമായിട്ടും ആയിരിക്കണം. ആ വീഡിയോ കണ്ടു തീരുമ്പോൾ അതിൽ നമുക്ക് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാകണം. പിന്നെ ആ വീഡിയോ പ്ലേ ചെയ്യാനുള്ള ഒരു ആവശ്യം വരല്ല. നിങ്ങളിപ്പോൾ ഒരു ജോലിയിലാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ആ വീഡിയോ പ്ലേ ചെയ്ത് കേൾക്കാം. ഇല്ലാത്ത പക്ഷം ആ പണിക്ക് നിൽക്കല്. കാരണം അതൊരു ടൈപ്പ് സൈക്കോ സ്വഭാവമാണ്. ആലോചിച്ച് നോക്കണം എത്ര മണിക്കൂർ വേസ്റ്റ് ആവണുണ്ടെന്ന്. ആ വേസ്റ്റ് ആവുന്ന ടൈം കൊണ്ട് നമുക്ക് 2 ഉറക്കം ഉറങ്ങി ഫ്രഷായിട്ട് ബാക്കി പഠിക്കാം. ഇനി അവിടെ നിന്ന് പെട്ടെന്ന് നമ്മൾ LDCയുടെ സിലബസിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം നിങ്ങൾ എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുമോ അതേപോലെ കൊടുക്കാനുള്ള 3 സബ്ജക്റ്റാണ് എക്കണോമിക്സും കോൺസ്റ്റിറ്റ്യൂഷനും സ്പെഷ്യൽ ആക്ട് അല്ലെങ്കിൽ സുപ്രധാന നിയമങ്ങളും. കാരണം ഇത് എളുപ്പത്തിൽ, സത്യമായിട്ട് ഇത് എളുപ്പത്തിൽ കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. നല്ലൊരു മാർക്കിന് ചോദ്യവും വരും. നിങ്ങൾക്ക് തന്നെ നോക്കാം എക്കണോമിക്സിലൊക്കെ എത്ര പഠിക്കാനുണ്ടെന്നുള്ള കാര്യം. പഞ്ചവത്സര പദ്ധതിയൊക്കെ എളുപ്പമാണ്. ഗാന്ധിയൻ പ്ലാൻ കാര്യങ്ങൾ പഠിച്ചിട്ട് പിന്നെ പഞ്ചവത്സര പദ്ധതി നമുക്കറിയാം. 1951 ഏപ്രിൽ 1-ന് 1-ാം പഞ്ചവത്സര പദ്ധതി. അവിടെ നിന്ന് തുടങ്ങി 12-ാം പഞ്ചവത്സര പദ്ധതിയിലെത്തി. പിന്നെ ഏതുണ്ട്? സാമ്പത്തിക രംഗം, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗമൊക്കെ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനിലോട്ട് വരുമ്പം ഇതിൽ ആമുഖമൊക്കെ കുറച്ചേ ഉള്ളൂ. പൗരത്വം, മൗലികാവകാശമൊക്കെ ആർട്ടിക്കിൾസാണ്, എഴുതി പഠിക്കണം. നോട്ട് ചെയ്ത് വെച്ചിട്ട് പെട്ടെന്ന് പഠിച്ച് പോവാം. പിന്നെ ഉള്ളത് ഈ ഭേദഗതിയുണ്ട് 42, 44. പഠിക്കാൻ ഉണ്ട് എങ്കിലും ബോറടിച്ചാലും 2 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് വന്നിട്ട് ബാക്കി പഠിച്ച് കംപ്ലീറ്റ് ചെയ്യണം. കാരണം ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് ഈ 3 സബ്ജക്റ്റ്. നേരെ സ്പെഷ്യൽ ആക്ടിലോട്ട് നോക്കിക്കഴിഞ്ഞാലും വിവരാവകാശം, കൺസ്യൂമർ ആക്ട്, പോക്സോ ആക്ട്, നമ്മൾ ഈ കൊല്ലം എഴുതിയ CPOയുടെയൊക്കെ സ്പെഷ്യൽ ടോപ്പിക്കില്ലേ, അതിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഈ സുപ്രധാന നിയമത്തിൽ വരുന്നത്. അവിടെ നിന്ന് ചാടിക്കഴിഞ്ഞാൽ നേരെ പോകുന്നത് 6 മാർക്കിൻ്റെ ബയോളജിയിലോട്ടാണ്. ഇതിൽ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതുവറിവ് അത്യാവശ്യമല്ല, ഒരു പച്ചയായ സത്യം വലിയൊരു ടോപ്പിക്കാണ്. ഒരുപാട് പഠിക്കാനുണ്ട്. പക്ഷേ ഈ 6 മാർക്കിനും ചോദ്യം വരാൻ പോകുന്ന അവിടെ നിന്നല്ല, തൊട്ട് താഴെ കിടപ്പുണ്ട് വൈറ്റമിൻസ്, ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും. എനിക്ക് തോന്നുന്നൊരു 30 മിനിറ്റ് മതി ഇത് പഠിച്ചെടുക്കാൻ. അത്ര ഒരു ചെറിയൊരു ടോപ്പിക്കാണ്. സാംക്രമിക രോഗങ്ങളും രോഗകാരികളും ചെറിയൊരു ടോപ്പിക്കാണ്, പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. വൈറ്റമിൻസിൽ ഒരു ചോദ്യം കൺഫേമാണ്, അതിൽ നിന്ന് എല്ലാ പ്രാവശ്യവും ചോദിക്കാറുണ്ട്. പിന്നെ ഇതൊക്കെ ഉണ്ട് ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ജീവിതശൈലികൾ, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം. ഇതെല്ലാം നമുക്ക് കോമണായിട്ട് പൊതുവെ അറിയാവുന്ന കാര്യങ്ങളാണ് ഒരുവിധം. കാരണം നമ്മളൊരു ജീവിത സാഹചര്യമായിട്ട് കടന്നു പോകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് പഠിക്കാനൊക്കെ എളുപ്പമായിരിക്കും. മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് അത്യാവശ്യം ടൈം എടുത്ത് പഠിക്കാനുള്ളതാണ്. അതിനുള്ള കാര്യങ്ങളും അതിലുണ്ട്. അവിടെ നിന്ന് IT വന്നു കഴിഞ്ഞാൽ 3 മാർക്കിന് ചോദ്യം വരുന്നുണ്ട്. IT ഒരു മാറ്ററായിട്ടേ കാണാനില്ല, ഭയങ്കര എളുപ്പമാണ്. എങ്കിലും IT സിലബസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 5 ടോപ്പിക്കായിട്ട് തിരിച്ചിട്ടുള്ളതിൽ 5ാമത് പറയുന്നത് സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലാസ് ആണ്. ഇതിത്തി ഒന്ന് ടൈം എടുത്ത് പഠിക്കണം. കാരണം ഭയങ്കര കൺഫ്യൂഷൻ വരും. IT ആക്ടിലെ ശിക്ഷയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് ക്വസ്റ്റ്യനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ ഭയങ്കര കൺഫ്യൂഷനായി പോകും. അതൊന്ന് നോക്കി പഠിച്ചു വന്നാലേ നമുക്കൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഹിസ്റ്ററി, ജോഗ്രഫിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സാധാരണ കേരള ഹിസ്റ്ററിയിൽ നിന്ന് 2 മാർക്ക്, ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് 2 മാർക്ക്, വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് 1 മാർക്ക്, ഇങ്ങനെയാണ് ചോദ്യം വരാറ് ഹിസ്റ്ററിയിൽ. കേരള ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ അതിൽ യൂറോപ്യന്മാരുടെ വരവ് സംഭാവന, തിരുവിതാംകൂർ ചരിത്രം, 1956 ശേഷമുള്ള കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം, ഇവിടെ നിന്നൊക്കെയാണ് ചോദ്യം വരാറെങ്കിലും മുഴുവനൊന്ന് ഓടിച്ച് വായിച്ചു നോക്കണം. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം നമുക്ക് പണ്ട് തൊട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും വർക്കൗട്ട് ചെയ്യാം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം വർക്കൗട്ട് ചെയ്യാം. ഇംഗ്ലീഷിൽ ആൻ്റണിംസ്, സിനോണിംസൊക്കെ ലക്കാണ്. ചിലപ്പോൾ നമ്മൾ പഠിച്ചതായിരിക്കും ചോദിക്കണേ, ചിലപ്പോൾ കേട്ടിട്ട് പോലും ഉണ്ടാകില്ല. എങ്കിലും ദിവസം ഒരു 5 എണ്ണം വെച്ചെങ്കിലും പഠിക്കാൻ നോക്കണം. പിന്നെ മാത്സിലോട്ട് വന്നു കഴിഞ്ഞാൽ മാത്സിൽ ഇക്വേഷൻ മാത്രം പഠിച്ചുകൊണ്ട് പോയില്ല. കാരണം അത് എങ്ങനെ അപ്ലൈ ചെയ്യാനുള്ളതെന്ന് അറിഞ്ഞിരിക്കണം.
അതിനുവേണ്ടി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ ക്ലോക്ക്, കലണ്ടറി എന്നൊക്കെ ചോദ്യം ഉണ്ടാകും. അതുപോലെ തന്നെ മലയാളത്തിൽ നിന്നും ഒരുപാട് പഠിക്കാനുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം.